ഹോസ്റ്റലുകളിൽ കയറി ലാപ്ടോപ്പും ATM കാർഡുകളും അടക്കം മോഷ്ടിച്ച വനിതാ ഡോക്ടർ പിടിയിലായി. പഠിക്കാൻ മിടുക്കിയും വിജയകരമായി MBBS പൂർത്തിയാക്കി പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന യുവ വനിതാ ഡോക്ടർ ജോലി മടുത്തതോടെയാണ് മോഷണം ആരംഭിച്ചത്. മോഷണ മുതലുകൾ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് രാജ്യമാകമാനം വിനോദസഞ്ചാരം നടത്തുകയാണ് പ്രതി ചെയ്തുകൊണ്ടിരുന്നത്. തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ PG ഹോസ്റ്റലിൽ നിന്ന് ലാപ്ടോപ്പും ATM കാർഡുകളും മോഷണം പോയ കേസിൽ പിടിയിലായത് ഡോക്ടർ ദീപ്തി സിംഗ്. ഗുജറാത്ത് സ്വദേശിനിയാണ്. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥൻ, സഹോദരൻ മെഡിക്കൽ വിദ്യാർത്ഥി. പഠിച്ചത് ലക്നൌവിൽ. കഴിഞ്ഞ ഡിസംബറിലാണ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ PG ഹോസ്റ്റലിൽ മോഷണം നടന്നത്. 5 മാസം അന്വേഷിച്ചിട്ടും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് കേസിന്റെ അന്വേഷണം പ്രത്യേക സ്ക്വാഡിന് കൈമാറുകയായിരുന്നു. രഹസ്യ പോലീസിലെ ASI പഴനിസ്വാമി, പേരാമംഗലം സ്റ്റേഷനിലെ ASI സുഗതൻ എന്നിവരടങ്ങുന്ന സംഘമാണ് തുടർന്ന് അന്വേഷിച്ചത്. ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡായി വാങ്ങുന്ന തൃശൂരിലെ കടകൾ ആദ്യം പരിശോധിച്ചു. അങ്ങനെ നഗരത്തിലെ കടകളിൽ മിക്കതിലും പോലീസ് കയറിയിറങ്ങി. പുറമെ മറ്റൊരു കാര്യം കൂടി പോലീസ് ചെയ്തിരുന്നു. ATM കാർഡിൽ നിന്ന് പണം പോയിട്ടുണ്ടോ എന്നും പരിശോധിച്ചു. കളവ് നടന്ന ദിവസം ATM കാർഡിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. തൃശൂർ നഗരത്തിലെ ATM കൗണ്ടറിൽ നിന്നാണ് പണം എടുത്തിരുന്നത്. പിൻ നമ്പർ കാർഡിൽ തന്നെ എഴുതിയതാണ് പണം നഷ്ടപ്പെടാൻ കാരണമായത്. തുടർന്ന് ATM കൗണ്ടറിലെ CCTV പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കിട്ടി. ദീപ്തി സിംഗ് ലാപ്ടോപ്പ് വിൽക്കുന്ന കടയിലേക്ക് മൊബൈൽ നമ്പറിൽ വിളിച്ചതും പോലീസിന് പിടിവള്ളിയായി. ട്രൂ കോളറിൽ ഡോക്ടർ ദീപ്തി സിംഗിന്റെ പേര് തെളിഞ്ഞു. പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുജറാത്തിലെ മെഡിക്കൽ കോളേജിൽ PG ഹോസ്റ്റലിൽ നിന്ന് മോഷണം നടത്തിയതിന് പിടിക്കപ്പെട്ട പ്രതിയാണെന്നും വീട്ടുകാർ ഉപേക്ഷിച്ചു പോയ യുവതിയാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. തൃശൂരിൽ നിന്ന് അന്വേഷണ സംഘം ഈറോഡിൽ നിന്നാണ് ദീപ്തിയെ പിടികൂടിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ പരിശോധിച്ചപ്പോൾ രാജ്യം മുഴുവൻ യാത്ര ചെയ്തതിന്റെ പടങ്ങളും രേഖകളും പോലീസിന് ലഭ്യമായി. ബാഗിൽ നിന്ന് ലൈംഗിക ഉത്തേജന ഉപകരണങ്ങളും കണ്ടെത്തി. 30 വയസ്സുകാരിയായ ദീപ്തി അവിവാഹിതയാണ്. രാജ്യം ചുറ്റിക്കാണാൻ വേണ്ടിയുള്ള പണത്തിനായാണ് മോഷണം നടത്തിയതെന്ന് ദീപ്തി സിംഗ് പോലീസിനോട് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. മലയാളം ടെലിവിഷൻ, തൃശൂർ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.